ഞാൻ ട്രേഡ് എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. ബട്ട് ചിലപ്പോ ഇവിടെ അടുത്തൊന്നും വരും. ഇവിടെ S&P 500 ഇവിടെ നാസ്ഡാക്കിനകത്ത് മൂന്നാല് S&P ഡൈവേർജൻസ് കൂടി കമ്പൈൻഡ് ആയിട്ടുണ്ട്. സോ അത് കാരണം ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്യണത്. ഓക്കെ, ബ്രേക്ക് ബ്രേക്ക് കമോൺ. 79% എക്സ്റ്റൻഷൻ്റെ താഴെ പോകണമെങ്കിൽ സോ ഇന്ന് ഞാൻ ഷോർട്ട് എടുക്കാൻ നോക്കണേണ്. കാരണം മൾട്ടിപ്പിൾ എന്താ പറയാ S&P ഡൈവേർജൻസ് ഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം, ഓക്കെ. പക്ഷെ എനിക്ക് ആ സമയം എത്തിയിട്ടില്ല അല്ലേ. എടുക്കണ്ട കഴിയിട്ടില്ല. എനിക്കത് അറ്റ്ലീസ്റ്റ് എനിക്ക് 950 കഴിയണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ എടുക്കില്ല. ഇത് കണ്ടോ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു S&P ഡൈവേർജൻസ്, ഇവിടെ ഒരെണ്ണം S&P, പിന്നെ 1 മിനിറ്റ് ഒരെണ്ണം ഉണ്ടായി. ഇവിടെ ഇവിടെ ഇത് ഇതിപ്പോ ഇതൊരു S&P അതിപ്പോ പോയത്. ഇന്ന് നല്ല ദിവസമാണെന്ന് വെച്ചാൽ അല്ല. ഇത് കണ്ടോ, ഇങ്ങനെ കുത്തിക്ക് പോണുണ്ടോ, അത് ഈ കുട്ടിക്ക് അത് താഴത്ത് പോണം. ഓ, ഒന്നാമത്തെ S&P പോയി. ചിലപ്പോൾ ട്രേഡ് ചെയ്യില്ല കേട്ടോ. എനിക്ക് ആ ഒരു S&P കൊണ്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അതും കൂടി പോയി കഴിഞ്ഞാൽ, ഇതും കൂടി പോയി കഴിഞ്ഞാൽ ട്രേഡ് എടുക്കില്ല. ഐ വിൽ ക്ലോസ് ദിസ് ട്രേഡ്. കാരണം ഈ സാധനം ഇല്ല താഴെ. ഇങ്ങനെ എക്സ്ട്രീംലി പൊളി. സംടൈംസ് മാൻ, സംടൈംസ് നമ്മുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ കൂടുതലും ട്രേഡ് ഫോഴ്സ് ചെയ്യാണ്ടിരിക്കുക. എനിക്ക് ആകെയുള്ള ഈ പോയിന്റ് ഇതാ. ഈ പോയിന്റ് കൂടി കഴിഞ്ഞാൽ ഇത് കണ്ടോ, എക്സ്ട്രീംലി ബുള്ളിഷ് ആണ്. ഒന്നാമത്തത് ഓർഡർ ഫ്ലോവും പിന്നെയും ചേഞ്ച് ആയോ, അത് 20 മിനിറ്റ് കൊണ്ട് അറിയും. സ്റ്റിൽ ഓർഡർ ഫ്ലോ ഇസ് ബോഡി ക്യാൻഡിൽസ്റ്റിക് ക്ലോസ് ആയിട്ടില്ല, അപ്പോൾ ബെയറിഷ് ആണ്. ബട്ട് ഇതെന്തായാലും താഴത്ത് പോകും തോന്നുന്നില്ല. ഇത്രയും വരുമ്പോൾ നാസ്ഡാക്കിനകത്തും ഇതെങ്ങനെ ഹിറ്റായി കഴിഞ്ഞാൽ എടുക്കില്ല ട്രേഡ്. കാരണം ഇല്ല, എടുക്കാനായിട്ടൊന്നും ഇതില്ല. ഓർഡർ ഫ്ലോ ഈസ് ബുള്ളിഷ്, സോ ഇറ്റ്സ് ഗോണ ഗോ അപ്പ്. ഇത്ര നേരത്തെ തന്നെ ആണോ നോക്കി ഇങ്ങനെ ട്രേഡ് എടുത്താൽ ഇതേ പോണം. ഓക്കെ ഗൈസ്, കഴിയാറായി. മറ്റൊരു 70 ഡൈവേർജൻസ് ഉണ്ട്. ഇതും കൂടി പോയി കഴിഞ്ഞാൽ ഇത് നീ എടുക്കാൻ കൊള്ളത്തില്ല ബ്രോ. ഐ മീൻ S&P ഉണ്ടായാലും ഈ കണ്ടോ, ഇത്രയും വലിയ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ഒന്ന് സ്വീപ്പ് ചെയ്യും? നോ, ഇറ്റ്സ് പ്രോബ്ലി ഗോണ സ്വീപ്പ് ഹിയർ. ഈ 1 അവറിനകത്ത് അടുത്ത സൈസ് ഇടാ. എന്തുവാ ഇത്? ഉം, മറ്റേ ഓ, ഇതുണ്ട്, അതും പോയി. ബുള്ളിഷ് പോവോ? പോലെ ഫോഴ്സ് ചെയ്യണോ? ഇന്നത്തെ ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ ഫോഴ്സ് ചെയ്യണ തന്നെ തന്നെ. കാരണം ഇത് കാണാൻ കൊള്ളാന്നുണ്ട്. ലൈക്ക് ഈ സാധനം ഇവിടെ ഹിറ്റ് ചെയ്യുന്നുള്ള സാധനം നല്ല ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ എന്തായാലും പോകത്തില്ല. ഇനി കൺസോൾഡേറ്റ് ആകുമോ? അത് S&P 500 നോക്കിയിട്ട് കൺസോൾഡേറ്റ് ആകുമോ? എന്താ ഇത് തരുന്നുണ്ടോ? ഇത് ചിലപ്പോ പെട്ടെന്ന് ഇവിടെ സ്വീപ്പ് ചെയ്യാനില്ല. ഇതും ഹൈ റെസിസ്റ്റൻസ് ആണ്. ഓ, എത്താറുണ്ടല്ലോ, ഇവിടെ എത്താറുണ്ട്. ഓക്കെ, ഓ, എത്താൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഞാൻ എങ്ങനെ എടുക്കണേ? 1 മിനിറ്റ് എടുക്കാം.
ഇവിടെ എന്തായാലും നമുക്ക് ബുള്ളിഷ് ഉണ്ടാകുമ്പോൾ തന്നെ എളുപ്പമായിട്ട് നമുക്ക് ബ്രേക്ക് സ്ട്രക്ചർ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഉണ്ടോ? Take ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇവിടേക്ക് സമയമില്ല, ചിലപ്പോൾ ഇങ്ങനെ മിസ് ഔട്ട് ആകും. കണ്ടോ ഇവിടെ ഒന്ന് ബ്രേക്ക് ഔട്ട് ആയി, ബട്ട് കുറച്ചും കൂടി വെയിറ്റ് ചെയ്തു ഞാൻ. എക്സ്ട്രീംലി ബുള്ളിഷ് കണ്ടോ, മാർക്കറ്റ് താഴെ പോകാൻ സാധ്യതയില്ല. ഇവിടെ ഒന്നാമത്തത് ഇത്രയും വലിയ ഒരു ഉണ്ട്. ഇനിയിപ്പോ 43 മിനിറ്റ് വരെ, 7 മിനിറ്റും കൂടി ഉണ്ട്. പക്ഷെ ഏറ്റവും എനിക്ക് തോന്നണേ SMT ഉണ്ടാക്കുന്നതാണ് ബുള്ളിഷ്. കാരണം നീ അത് ബാരിസ്റ്റോട്ട് എടുക്കാൻ ഓ, ഭയങ്കര മോശം. ഭയങ്കര മോശം ഇപ്പത്തെ ട്രേഡ് കിട്ടത്. പിന്നെ അല്ലാണ്ട് ട്രേഡ് കിട്ടുന്നത്. അയ്യോ. ഓക്കെ, SMT ഒരു SMT പ്ലീസ്. ഇന്ന് മേളിൽ പോവോ? അതാണ് താഴെ പോണെന്നൊക്കെ. ആ, SMT ആയി. ഓ, ഇതും പോയി. SMT പോയി. തോന്നണത് മാനിപ്പുലേഷൻ റിവേഴ്സൽ ആയിരിക്കും. കാരണം ഇവിടെ എന്തെങ്കിലും സ്വീപ്പ് ഉണ്ടേ, ആകെ സ്വീപ്പ് ചെയ്തപ്പോ പ്രിഡിക്റ്റ് ചെയ്യാനേ പറ്റിയില്ലല്ലേ. ഓ, താഴത്തോട്ട് പോന്നു. ഉയ്യോ. ഓ മൈ ഗുഡ്നസ്, ദിസ് ഇസ് ബാഡ്, ദിസ് ഇസ് ബാഡ്. ഇതിപ്പോ ഏത് അവിടെ പോവാ ആർക്കറിയാം. ദൈവമേ. ഇത് ഇതെവിടെ പോകും, ഇതെവിടെ പോകും. സ്വീപ്പ് നീ ഇപ്പോ താഴത്തോട്ടാ പോകത്തുള്ളൂ തോന്നുന്നു. ഇത് ഭയങ്കര സീനാണല്ലോ ഇതിപ്പോ. താഴത്തോട്ടും പോണ്, മേളോട്ടും പോണ്, താഴത്തോട്ടും പോണ്, മേളോട്ടും പോണ്. ഇന്ന് എടുക്കണ ട്രേഡ് എടുക്കണോ? ഇതിപ്പോ ഞാൻ ഇതിവിടെ വരെ എത്തി. ഇത് സ്വീപ്പ് ചെയ്യില്ലേ? ഇതിനകത്ത് ഇത് സ്വീപ്പായി ഓൾറെഡി. ഇനിയിപ്പോ ഇത് മേളിൽ പോകാൻ സാധ്യതയുണ്ടോ? ചാൻസ് കുറവാ അല്ലെ? പറഞ്ഞ് ഡൈവേർജൻസ് എനിക്ക് മേളിട്ട് ഇല്ല സ്വീപ്പ് ചെയ്യാനായിട്ട്, മനസ്സിലായി. ഇതും കൂടെ സ്വീപ്പ് ചെയ്യണമെന്നുണ്ട്, ബട്ട് സ്വീപ്പ് ആവാൻ സാധ്യതയുണ്ടോ? ഉം. ഉഫ്, ഭയങ്കര കോട്ടായി. S&P 500 ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും 3 ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അത് രണ്ടും കഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ? താഴത്തോട്ട് പോകുമ്പോൾ മേലോട്ട് പോകും. ഇവിടെ ആകുമ്പോ തന്നെ റിലേറ്റീവ് ലോസ് ഉണ്ട്. ഉം. ഇത് മേലോട്ട് പോയി. ഇവിടെയും റിലേറ്റീവ് ലോസ് വന്നിട്ടുണ്ട്. ലൈക്ക് ഇത് സ്വീപ്പ് ചെയ്യാം, ഇത് സ്വീപ്പ് ചെയ്യാം, സ്വീപ്പ് ആയിട്ടില്ല. പക്ഷെ SMT മറ്റേതിനകത്ത് സ്വീപ്പായി.
SMT ആയി, ബുള്ളിഷ് SMT. പക്ഷെ ഇതിങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഇതിപ്പോ ഓവറോൾ ബയാസ് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. കാരണം ഇതിപ്പോ കണ്ടോ, ഇതിപ്പോ ഓർഡർ ഫ്ലോ ഇറ്റ് സെൽഫ് ഈസ് ഡിഫറെന്റ്. ഇവിടെ ബോഡി ക്യാൻഡിൽസ്റ്റിക് ക്ലോസ് ആയി കഴിഞ്ഞാൽ അത് ബുള്ളിഷ് ഓർഡർ ഫ്ലോയുടെ താഴത്തുള്ളൂ 12 മിനിറ്റിന്. ഓക്കെ, ഇത് ജസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട്. Okay, yeah. ഇതിന് മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത് ബുള്ളിഷ് ഓർഡർ ഫ്ലോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി 12 മിനിറ്റും കൊണ്ട് ചെയ്യാൻ പറ്റും. Oh my God, ഇതെങ്ങനെയാണോ ഇനി ഇവിടെ നിന്ന് മേളിൽ പോകുമ്പോൾ SMT എന്തായാലും ഇതിനകത്ത് ഇവിടെ എത്തിയ എടോ ദേ പോണു കയ്യിൽ. ഓ മൈ ഗുഡ്നസ്. ഇത് എടുക്കാൻ കൊള്ളത്തില്ല കൈസ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് അവിടെ വെക്കും. സ്റ്റോപ്പ് ലോസ് ഓക്കെ, ഞാനിപ്പോ ഇവിടെ നിന്ന് എടുത്താലും സ്റ്റോപ്പ് ലോസ് അവിടെ വെക്കാനാണ് ഇപ്പൊ ഇൻവേസ്റ്റ് ചെയ്തു. ഓക്കെ ഫൈൻ, ഇവിടെ നിന്ന് എടുത്തു സ്റ്റോപ്പ് ലോസ്. ഞാൻ പിന്നെ ഇവിടെ നിന്ന് ഇവിടെ വെക്കേണ്ടി വരും. ലൈക്ക് ലുക്ക് അറ്റ് ദിസ്, ബാഡ് ROI. ROI കൊള്ളത്തില്ല. 0.83, അത് മൂന്നാമത്തെ ടേക്ക് പ്രോഫിറ്റ് എടുക്കുമ്പോ തന്നെ അറ്റ്ലീസ്റ്റ് ഐ നീഡ് എ ഗുഡ് ROI. റിവാർഡ് എനിക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കിയപ്പോഴാണ് ഇവിടെ ഇൻവെസ്റ്റ് ആയി. ഓക്കെ, അത് ഇപ്പോഴും 48ന്റെ അടിയില്ല. കമോൺ വേണം, പയ്യെ പയ്യെ. ലുക്കിംഗ് ഗുഡ്, യെസ്. അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇതെന്തായാലും എടുക്കണം. ഞാൻ പറയട്ടെ സംഭവിക്കാൻ പോണത്, ഇവിടെ ബെയറിഷ് SMT ഫോം ചെയ്യുമായിരിക്കും. ലൈക്ക് ഇതുവരെ സ്വീപ്പായിട്ട് താഴത്തോട്ട് പോകും. ദാറ്റ്സ് ബാഡ്. പക്ഷെ ഇത്രയും വന്ന ശേഷം എടുക്കണം തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്യണ പോലെയാണല്ലോ. ഇന്നത്തെ ട്രേഡ് ഭയങ്കര മോശമായിരുന്നു. ലൈക്ക് എന്നാലും ഞാൻ ജയിച്ചു. ബട്ട് ബട്ട് ഇതാവുമ്പോ തന്നെ 79% എക്സ്റ്റൻഷൻ കഴിഞ്ഞായിരുന്നു. നോട്ട് നോട്ട് ഇനോ. ഇത് ഭയങ്കര പ്രശ്നം വരുന്നു. ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, ഇത് താഴത്തോട്ടേ പോകാൻ സാധ്യതയുള്ളൂ, മേളോട്ട് പോകാനുള്ള സാധ്യത മനസ്സിൽ നോക്കി. ഇതൊക്കെ കഴിഞ്ഞ് വരണം. ഇതുപോലെ തന്നെയായിരിക്കും ഏകദേശം ഇത് മൂവ് ചെയ്യണത്. ഇതിന്റെ അടിയിൽ ഇതും ഫെയർ വാല്യൂ ഗ്യാപ്പ്. കെയർഫുൾ ആയിരിക്കണം, കാരണം ഭയങ്കര വോൾട്ടൈൽ അതിനകത്ത്. ഇതിപ്പോ അടിപൊളി. ഇത് പിന്നെ എനിക്ക് ഇത്തിരി ടെൻഷൻ ആണ്. കാരണം ഇതിപ്പോ എവിടെയാണെങ്കിൽ താഴെ വരാം. ഞാൻ പറയണെന്ന് വെച്ചാൽ ഇത് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ താഴത്ത് വരായിരിക്കും. അതിന്റെ ഒരു പേടി. എടുക്കണം, എടുക്കണേ, അന്വേഷിച്ച് വേണം. പ്ലേസ് ചെയ്തിട്ടുണ്ട്, ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എവിടെ? അത് ഇവിടെ അല്ലേ? 1:1 അവിടെ. ഇതാണ് 1:1. ദൈവമേ, നോക്കാം. അഗ്രസീവ് ആണ്, അഗ്രസീവ് ട്രേഡ് ആണ്. ഇവിടെ വന്നാ താഴെ പോവും. ഇല്ല, പക്ഷെ അത് ഇവിടെ സ്വീപ്പായി, ഇവിടെ മാനിപ്പുലേഷൻ ആയി. ഐ മീൻ ഭയങ്കര റിസ്ക് ഗൈസ്. സത്യം പറയാം, 1:1 അടിക്കണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക്
ഈ. ഓ. കണ്ടോ? അല്ല, ചുമ്മാ അല്ല, ചുമ്മാ ഞാൻ എന്താ പറഞ്ഞ എടുത്താന്ന് വെച്ചാൽ എക്സ്ട്രീംലി ബുള്ളിഷ് ട്രേഡ് ആണ്. കണ്ടോ? ഇത് പിന്നെ 7 മിനിറ്റും കൂടെ ആവുമ്പോ തന്നെ 4 അവർ 4 അവർ 4 അവർ 4 അവർ 4 അവർ. ഓ മൈ ഗോഡ്. മിനിറ്റ്. ഇതിപ്പോ ഇവിടെ നിന്ന് SMT മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് റിജക്ട് ചെയ്യണതാണ്. ഓക്കെ, ആൻഡ് വാവ്, വാവ്. വിക്ക് നോക്ക്. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഓ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്ത്. ദാറ്റ്സ് ഗുഡ്. ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ 7 നമ്പേഴ്സ് എക്സ്റ്റൻഷൻ ആയോ? യപ്പ്, ആയിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. വാവ്. ഓക്കെ, ഓക്കെ, ഓക്കെ. ടേക്ക് പ്രോഫിറ്റ് 1 ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഓ മൈ ഗോഡ്. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ടുണ്ട്. കൊള്ളാം. ഇവിടെ എന്തായാലും 79% എക്സ്റ്റൻഷൻ ആയിട്ടുണ്ട്. ഇല്ല, ആയിട്ടുണ്ട്. ഓക്കെ, ആയിട്ടുണ്ട്. ഇവിടെ പോകണല്ലോ, 3 എണ്ണം നടക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഹിറ്റ് ആവണ്ടല്ലേ? അപ്പൊ ഇത് ക്ലോസ് ചെയ്യാനനുസരിച്ചുണ്ടാവും. ഇതിനടിയിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് പക്കയാണ്. ഇതിന് മേളിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇവിടെ എത്തും എന്ന് വിചാരിക്കുന്നു. ഓ മൈ ഗോഡ്, ഇതേ പോകും. ഓക്കെ. വാവ്. ഇവിടെ കളിക്കണേ അത് പറയാൻ പറ്റില്ല കേട്ടോ. ഓ മൈ ഗോഡ്നസ്, ഇത് കണ്ടോ? ഇതിനടുത്താന്ന് വെച്ചാൽ ജസ്റ്റ് ഇപ്പോ ഇവിടെ എത്തുമ്പോ എത്ര തന്നെ 0.73 ആ. ഒരു കാര്യം ചെയ്യാം. 1:1 ഇവിടെയാണല്ലോ. 1:1 റിവാർഡ്. ഇത് മേളിൽ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ സ്വീപ്പ് ആയി കഴിഞ്ഞു. കണ്ടു, ഇവിടെ അത്യാവശ്യം സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സംഭവത്തിന് അർത്ഥം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഇസ് ദേ. അയ്യോ, പക്ഷെ ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത. ലൈക്ക് ലുക്ക് അറ്റ് ദിസ്. ഇതിവിടെ റിജക്ട് ചെയ്ത് താഴപ്പോ. കാരണം ഇത്രയും ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് അടി വരുമ്പോൾ തന്നെ തന്നെ വെച്ചാണ്. സ്വർണം പൊട്ടിക്കഴിഞ്ഞാൽ എടുക്കില്ല വേറെ കേട്ടോ. കാരണം മാർക്കറ്റ് ഭയങ്കര മടിയാണ്, ഭയങ്കര ശോകമാണ് ഇന്നത്തെ മാർക്കറ്റ്. അവിടെ മേളിൽ പോവാണെങ്കിൽ എല്ലാം സ്വീപ്പ് ചെയ്യണം. കാരണം ഇത് അടുത്ത് തന്നെ ഹയർ ടൈം ഫ്രെയിം സ്വീപ്പാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹൈ റിസ്ക് കൊടുത്തിട്ടില്ല, ഭയങ്കര ലോ റിസ്ക്. കാരണം കയ്യിൽ നിന്ന് പോകാൻ സാധ്യത കൂടുതലാണ്. ആൻഡ് എന്തിനാ ട്രേഡ് എടുക്കാന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യണമുണ്ട്. ഒയ്യോ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നല്ല പണിയെടുക്കുന്നുണ്ട്. കണ്ടോ? ദേ ഇവിടെ നിന്ന് ഇത്ര റെസ്പെക്ട് ചെയ്യണം നോക്കിയേ.
ഇപ്പൊ എവിടെ വരെ പോകും? ഓ ഓ, ഓക്കെ. തുരുക്കനെയാണ് മുന്നോട്ട്. ഓക്കെ. ഇതിപ്പോ റിസ്ക് ഉണ്ടായിരുന്നു, പക്ഷെ തോക്കാൻ സാധ്യതയുണ്ടല്ലോ. എന്നാ കാര്യം ചെയ്യാം. ടേക്ക് പ്രോഫിറ്റ് ഇത് വെക്കാം. ഇത് റിമൂവ് ചെയ്ത് ഓർമ്മയിരിക്കട്ടെ. ഇതാവുമ്പോ തന്നെ എനിക്ക് മാക്സിമം ടേക്ക് പ്രോഫിറ്റ് എടുത്ത് കളയാം. ലൈക്ക് 70%. എന്നിട്ട് ഇത് അങ്ങനെ ചെയ്യാം. അതായിരിക്കും നല്ലത്. സ്വീപ്പ് ആകും. സ്വീപ്പ് ആകാണ്ട് സാധ്യയില്ല. ഇത്രയും വന്ന ശേഷമേ ഒന്നാമത് ഭയങ്കര എക്സ്ട്രീംലി ബുള്ളിഷും ആണ്. പോട്ടെ പോട്ടെ. അയ്യോ. ഒന്നാമത്തത് ഇവിടെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ടുണ്ട്. 7% എക്സ്റ്റൻഷൻ ആയിട്ടുണ്ട്. ഇവിടെ വലിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ട്. ജസ്റ്റ് ഗുഡ്. ഇവിടെ പിന്നെയും 7% എക്സ്റ്റൻഷൻ ആയിട്ടുണ്ട്. പക്ഷെ ഞാനത് ഒരു ഓടാണ്. ഞാനത് ഒരു എന്താ പറയാ, ഓഡ് ചാൻസസ്. ഓക്കെ. ഓക്കെ. വേറെ ഗുണം എന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, അബോവ് സൈക്കോളജിക്കൽ ലെവൽ. സോ ഈ കെയോസ് കുറവാണ് എന്നും പറഞ്ഞ ചാൻസ് ഉണ്ട് കേട്ടോ താഴത്ത് പോകാനായിട്ട്. കാരണം ഇവിടെ കണ്ടോ, ഇതെനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടുള്ള ഈ സാധനം കണ്ടോ, ഇത് ഭയങ്കര റിജക്ഷൻ ആണ്. ടക്ക് 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 ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് താഴെ പോവാം. എത്തുമ്പോ എനിക്കൊരു ഒരു അലാറം വെക്കാം. കാരണം ഇവിടെ ഇതിലായിട്ട് വെക്കാം. കാരണം ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ താഴെ റിജക്ട് ആകാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് ഇത് എത്തിക്കഴിഞ്ഞാൽ ഫുള്ളാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ടേക്ക് പ്രോഫിറ്റ് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി അത് ടേക്ക് പ്രോഫിറ്റ് modify position, take profit 25943.2 ചെയ്തിട്ടുണ്ട്. എവിടെയത് ഇറക്കി പോകണ്ടോ? മാനുവൽ പ്രോസസ്സിന്റെ ഒരു MT5 സെറ്റിൽ വർക്ക് ചെയ്യുന്നില്ല. ടേക്ക് പ്രോഫിറ്റ് എവിടെ കിടക്കണം? ഓക്കെ. സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവൻ പാർഷ്യൽസ് 0.7% കളയണം. കാരണം ഓൾമോസ്റ്റ് ക്ലോസ് ടു ദ ടേക്ക് പ്രോഫിറ്റ്. ഓക്കെ, വിൻ ഇസ് എ വിൻ. ഒരു ടേക്ക് പ്രോഫിറ്റും കൂടി. കമോൺ. ഇത് എവിടെ കിടക്കുന്നത് എനിക്കറിയാം. ചെറുതായിട്ടൊക്കെ ജയിച്ചിട്ടുണ്ട്. ആ, എന്താ പറയാ അതിന്, സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യും. കമോൺ, താഴെപ്പോട്ടെ. ഓ, ക്ലോസ് ആയി. ഭയങ്കര സാധന. അപ്പോ ഇത് TP0 തട്ടിയായിരുന്നു. എന്നിട്ട് ഞാൻ എന്തെന്ന് വെച്ചാല് ഇവിടെ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യുകയും ചെയ്തായിരുന്നു. പിന്നെ ടേക്ക് പ്രോഫിറ്റിന്റെ ഏറ്റവും അടുത്തായതുകൊണ്ട് ഞാൻ 50%. കമോൺ, അങ്ങനെ ഇങ്ങനെ പറയും. കമോൺ, കുഴപ്പമില്ല. പാർഷ്യൽസ് എടുക്കേണ്ട ആവശ്യം അതാണ്. ഇപ്പോൾ ടേക്ക് പ്രോഫിറ്റിന് അടുത്തായതുകൊണ്ട് ഞാൻ 70% ക്ലോസ് ചെയ്തായിരുന്നു. യാ, 0.7. യാ, 70%. എന്നിട്ട് ബാക്കി കിട്ടെങ്കിൽ കൊള്ളാം. ബട്ട് അത്രയും ക്ലോസ് ചെയ്തുകൊണ്ട് കൊള്ളാം. ഇപ്പോൾ നീ ഞാൻ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഇവനും ചെയ്തിട്ടുണ്ട്. ഇപ്പം സംഭവിച്ചു, നേരെ ഇവിടെ തട്ടിയിട്ട് താഴെ വന്നു. അതിനാണ് ഞാൻ പറയുന്നത് പാർഷ്യൽസ് എടുക്കുന്ന ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. ഇപ്പൊ ഞാൻ ഭയങ്കര ഗ്രീഡി ആയിട്ട് 1:1 തന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയനെ. കുഴപ്പമില്ല. കണ്ടോ, പാർഷ്യൽ എടുക്കണ്ടായിരുന്നോ?
അല്ല, ജയിച്ചാ ജയിച്ച്. പിന്നെ അടുത്ത ട്രേഡ് കിട്ടുമ്പോൾ അടുത്ത ട്രേഡ് എടുക്കും. നാളെ വേറെ ട്രേഡ് കിട്ടുമ്പോൾ നാളെ വേറെ എടുക്കും. ഓക്കെ, സോ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരുന്നു, ബട്ട് ഐ ടുക്ക് ദ ട്രേഡ്. ഓക്കെ, ഞാൻ ട്രേഡ് എടുത്തു. എടുക്കണ്ടെന്ന് വിചാരിച്ചതാ, പക്ഷെ ഞാൻ പിന്നെ ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പിന്നെ എടുത്തായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ്, and we'll see you next day. Okay, signing out.